ഈ നീല വളയമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ തേനീച്ചയുടെ പേരാണ് ബ്ലൂ ബാൻഡഡ് ബീ. പറഞ്ഞത് വെച്ചിട്ട് ഇവൻ ഇന്ത്യൻ അല്ല, ഇവൻ ഓസ്ട്രേലിയൻ ആണ്. ഓസ്ട്രേലിയ എൻഡമിക് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ന്യൂ സൗത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ്, വിക്ടോറിയ, ACT, സൗത്ത് ഓസ്ട്രേലിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്നീ റീജിയൻസ് സ്പെസിഫിക് ആയിട്ട് ഉള്ള ഒരു സ്പീഷീസ് ആണ്. പക്ഷേ ഈ വീഡിയോ എടുത്തേക്കുന്നത് നമ്മളുടെ ഇന്ത്യയിലുള്ള കേരളത്തിൽ നിന്നാണ്. അപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടിയേക്കുന്ന റെഫറൻസസ് വെച്ചിട്ട് ഇന്ത്യയിലും മലേഷ്യയിലും പാപ്പുവ ന്യൂഗിനിയിലും ഒക്കെ തന്നെ ഇവനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലാണ് ഇതിന്റെ മേജർ പോപ്പുലേഷൻ ഉള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇൻസെക്ട ക്ലാസ്സിലെ അപ്പിഡെ ഫാമിലിയിൽ പെടുന്ന അമജില്ല സിംഗുലാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. 1775 ഫാബ്രീഷ്യസ് ആണ് ഈ പേര് നിർണ്ണയിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ തേനീച്ചകളെയും പോലെ ഇവരുടെയും മെയിൻ ആയിട്ടുള്ള എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനേഷൻ തന്നെയാണ്. ഇതിന്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് വെച്ചിട്ട് ഇത് എൻഡേഞ്ചേർഡ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു സ്പീഷീസ് അല്ല. എന്നിരുന്നാലും ഹാബിറ്റാറ്റ് ലോസും പെസ്റ്റിസൈഡ്സിന്റെ യൂസേജും ഒക്കെ കാരണം തന്നെ ഇതിന്റെ പോപ്പുലേഷൻ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തൈറിയസ് നിറ്റിഡുലസ് എന്ന ഒരു നിയോൺ കുക്കൂബി, അതായത് വേറെ തേനീച്ചയിൽ നിന്ന് ഇത് പാരസിറ്റിസം നേരിടുന്നുണ്ട്. ഇതിനെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കാടുകളിലും പിന്നെ അർബൻ ഗാർഡൻസിലൊക്കെയാണ്. ഇവര് കളിമണ്ണിലും ലൈം സ്റ്റോണിലൊക്കെ ചെറിയ പൊത്തുകളൊക്കെ ഉണ്ടാക്കിയാണ് ഇവർ കൂടുകൾ ഉണ്ടാക്കുന്നത്. ഇവരുടെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തേനീച്ചകളെയും മാതിരി തന്നെ തേൻ തന്നെയാണ്. പക്ഷേ അത് കൂടുതലായിട്ടും ഇവർ പ്രിഫർ ചെയ്യുന്നത് ഈ നീല, വെള്ള അല്ലെങ്കിൽ പർപ്പിൾ പൂക്കളിൽ നിന്നാണ്. നീല കളറുള്ള ലൈറ്റ് അതല്ലെങ്കിൽ പൂക്കൾ അതുപോലെയുള്ള ഏരിയാസിലേക്ക് ഇത് കൂടുതലും അട്രാക്ട് ആവും. ഇവരുടെ ഒരു ലൈഫ് സൈക്കിള് ആക്ച്വലി ഒരു 40 ദിവസം വരെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ ഫീമെയിൽസ് അവരവരുടെ തന്നെ മാളങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ പൂമ്പൊടിയും തേനൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു തരം ബോളിന്റെ മുകളിലാണ് ഇവർ മുട്ടകൾ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അത് വേറെ മണ്ണ് വെച്ച് അടച്ച് വാട്ടർ പ്രൂഫ് ആക്കി. തവളകളും പക്ഷികളൊക്കെയാണ് ഇവരെ കൂടുതലായിട്ടും വേട്ടയാടുന്നത്. ഇവരുടെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പിഡ് ഫ്ലൈറ്റ് ആണ്. ഭയങ്കര പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലൈറ്റ് പാറ്റേൺ ആണ് ഇവർക്കുള്ളത്. അതുകൂടാതെ തന്നെ ഈ നീല ചെടികളിലും നീല പൂക്കളിലൊക്കെ തന്നെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ക്യാമഫ്ലേജിങ് ആണ്. പെട്ടെന്ന് ഇതിനെ സ്പോട്ട് ചെയ്യാനോ കണ്ടുപിടിക്കാനോ പറ്റത്തില്ല. പിന്നെ ഇത് കൂടുകൾ ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കളിമണ്ണിലും പിന്നെ സാൻഡ് സ്റ്റോണിലും ലൈം സ്റ്റോണിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുകൾ, ഇതിൻ്റെ ഓപ്പണിങ്, കൂടുകളിലേക്ക് ആ മാളത്തിലേക്കുള്ള ഓപ്പണിങ് വളരെ ചെറുതായിരിക്കും. അത് ഒരു പരിധി വരെയും അറ്റാക്സ് നേരിടാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇത് എൻഡമിക് ടു ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയിൽ തന്നെ ഇക്കോളജിക്കൽ ബാലൻസിനും റെസിലിയൻസിനും നേറ്റീവ് റെസിലിയൻസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തേനീച്ചകളുടെ ഒരു ഫ്ലൈറ്റ് പാറ്റേൺ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സ്ലോ മോഷൻ വീഡിയോയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇവരുടെ ഒരു ഫ്ലൈറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഹെലികോപ്റ്റർ ഒക്കെ പോലെ ഇരിക്കും. മുകളിലേക്കാണെങ്കിലും സൈഡിലേക്കാണെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അതൊക്കെ തന്നെ ഒരു ഏകദേശം ഒരു ഹെലികോപ്റ്റർ ഒക്കെ പോലെ തന്നെ. അവതാർ മൂവിയിലെ മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഇതുപോലെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈ സൈഡ് വൈസ് ഒക്കെ ഇതുപോലെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് പ്രിഫർ ചെയ്യുന്നതും കുറച്ച് ഹോളോ ആയിട്ടുള്ള പൂക്കളാണെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ ഒന്നിലും ഇത് ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തേൻ കുടിച്ച് പുറത്തിറങ്ങാൻ പാകത്തിന് അതേ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ വേട്ടാവളിയും മാതിരിയുള്ള ഇൻസെക്ട്സിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെയുള്ള കോളാമ്പി മാതിരിയുള്ള പൂക്കളുടെ ഉള്ളിലേക്ക് കയറിയാണ് തേൻ കുടിക്കുന്നത്. പിന്നെ ഒബ്സർവ് ചെയ്തേക്കുന്നത് എല്ലാ നീലവളയും തേനീച്ചകൾക്കും ഇതേമാതിരിയുള്ള നീലവളകൾ അത്രയും എവിഡൻ്റ് അല്ല. ചിലതിന് ഭയങ്കര ബ്ലാങ്ക് അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു യെല്ലോയിഷ് ഗോൾഡൻ കളർ വരകൾ വരാറുണ്ട്. പക്ഷേ ലൈറ്റ് ബ്ലൂവോടുകൂടി ഒരു ബ്ലൂ ഹ്യൂവോട് കൂടിയ ഗോൾഡൻ കളർ വരകൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു സ്ലോ മോഷൻ അല്ലാത്തൊരു വീഡിയോയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ സ്പീഡ്. ഇത്രയും ഇറാറ്റിക് ആയിരിക്കും ഇതിൻ്റെ ഒരു ഫ്ലൈറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭയങ്കര സ്പീഡാണ്, പെട്ടെന്ന് മൂവ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസ് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ചെറുതാണ്, അതുപോലെ തന്നെ വളരെ ഇറാറ്റിക് ഫ്ലൈറ്റ് പാറ്റേൺസ് ആണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.